എല്ലാവരും ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും പിന്നെ അതിനെക്കുറിച്ച് ഓരോരുത്തർ ഇപ്പോൾ എത്ര 4 പേരെ കണ്ടാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയത്. പേര് പറഞ്ഞ് വെളിപ്പെടുത്തൽ നടത്തിയത്, അതായത് പ്രത്യക്ഷത്തിൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് വെളിപ്പെടുത്തൽ നടത്തിയത് 4 പേരാ. ഇതിനകത്തിൽ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനകത്തിലാണെങ്കിൽ പിന്നെ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തത്, അല്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ചെറിയൊരു പ്രസക്ത ഭാഗം പ്ലേ ചെയ്യായിരുന്നു. അതായത് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആക്ട്രസ്, സിനിമാ പ്രവർത്തകയാണ്. അവരുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അതിന്റെ 7 മിനിറ്റ് 20 സെക്കൻഡ് മുതൽ 8 മിനിറ്റ് 45 സെക്കൻഡ് വരെയുള്ള ഒരു ഭാഗമാണ് ഞാനിവിടെ ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. കണ്ടിന്യൂ പറയണ്ട, ഇടയ്ക്കിടയ്ക്ക് കയറ്റി വിടാം, പറഞ്ഞോണ്ടിരിക്കാൻ. അല്ല, ഇത് പറയാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാണിച്ചേക്കുന്നത് എനിക്ക് ഇപ്പൊ അത് പറയാൻ പറ്റില്ല. കാര്യം ആ സമയത്തുള്ള ഞാൻ പറഞ്ഞ പോലെ ആ സിസ്റ്റം എനിക്ക് തരുന്ന സെക്യൂരിറ്റി എത്രയാണെന്നുള്ളത് എന്റെ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാര്യം ഇനി എനിക്ക് ഒരു തരത്തിലുള്ള റിസ്ക്കും എന്റെ കരിയറിൽ എനിക്ക് കൊടുക്കാനില്ല. ഞാൻ കുറച്ചുകൂടെ ഞാനിപ്പോ കരിയർ ഓറിയന്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എന്റെ മനസ്സമാധാനവും അവർ തരുന്ന ഒരു സെക്യൂരിറ്റി എന്താണ്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വേറെ പല പ്രശ്നങ്ങളും ബ്ലോക്ക് വരാൻ എനിക്ക് എന്നെ അനുവദിക്കാൻ പറ്റത്തില്ല. സോ അതൊക്കെ ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവർ എനിക്ക് തരുന്നത് എന്നുള്ളതും കൂടെ ഞാൻ പറയും. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ഒരു മനുഷ്യനെ കാണൂല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സംഭവം, ഒരു സർവൈവർ അങ്ങനത്തെ ഒരു ഭയം ഉണ്ടാവാതെ ഇരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവർ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും, ആക്ഷൻസ് ഇവിടെ കാണണം. അല്ലാതെ കുറെ ഇറങ്ങിയതാണ്, ഇഷ്ടംപോലെ കേസ് കൊടുത്തതാണ്. അപ്പോൾ ഒരിടത്ത് പോയപ്പോഴും ഒരു സ്റ്റേഷൻ സത്യം പറഞ്ഞ പോലീസുകാർക്ക് പലപ്പോഴും അബ്യൂസ് എന്താ പറയുക, ഇമോഷണൽ അബ്യൂസ്. ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഒരു സീനിയർ ഓഫീസറിന്റെ അടുത്ത് ഞാൻ FIR ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഇമോഷണൽ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ പറയണം. ഹി വാസ് ലൈക്ക് ഇമോഷണൽ അബ്യൂസ് ആണല്ലേ, അപ്പൊ ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല. ഇത്രയുള്ള ദർ നോളജ് ഓഫ് ഈ പറയുന്ന ഹറാസ്മെന്റ്, ഇതിന്റെ ഒരു നോളജ് എന്ന് പറയുന്നത് ഒന്നുമില്ല, 0ന്റെ താഴെയാണ്, മൈനസ് ആണ്. അതാണ് ഇവിടുത്തെ പോയിന്റ്. അതായത് ഒരു സിറ്റിസണ് അവന്റെ പ്രശ്നം അവൻ അനുഭവിക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ സംവിധാനത്തിൽ അതിന് സംവിധാനം കേപ്പബിൾ അല്ല. രണ്ടാമത്തെ വിഷയം, ഇൻ കേസ് നമ്മളത് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്താൽ പോലും, റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഈ ഇതുപോലുള്ള റേപ്പ് പോലുള്ള സംഭവങ്ങളിലും റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് അത് വേറൊരു വിഷയം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഈ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്താലും ഈ പറയുന്ന പരാതിക്കാരി അല്ലെങ്കിൽ ഈ പൗരന് കൃത്യമായ നീതി ലഭിക്കും എന്നുള്ള ഉറപ്പ് അവർക്കില്ല. എനിക്ക് തോന്നുന്നു ഇതേ കോൺടെസ്റ്റിൽ ഈ ലേഡി നേരത്തെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയാകുന്നതും ഇതിപ്പോൾ ഇദ്ദേഹം രാജിവെക്കേണ്ട അവസ്ഥ വരെ വന്നത്. അപ്പൊ ഇതിനു മുമ്പ് എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? ഇതിനു മുമ്പ് അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിനകത്ത് 64 പേര് മാത്രമാണ് ഇവിടെ രഹസ്യമൊഴി കൊടുത്തേക്കുന്നത്. രഹസ്യമൊഴിയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ബിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മോണിക്ക ലെവൻസ്കി എന്ന് പറയുന്ന ആള് വളരെ പബ്ലിക്കായിട്ട് വന്ന് അയാൾക്കെതിരെ സംസാരിച്ച വ്യക്തിയാണ്. അമേരിക്ക എന്ന് പറയുന്നത് ലോകശക്തിയുടെ കേന്ദ്രമാണ്, ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ്, എല്ലാവർക്കും അറിയാം. ആ ശക്തിയുടെ സ്ഥിരാകേന്ദ്രമായ പ്രസിഡന്റിനെതിരെ ഓപ്പണായിട്ട് വന്ന് സംസാരിക്കാൻ സ്പേസ് ഉണ്ട് അവിടെ സംസാരിച്ച് കൃത്യമായ അന്വേഷണം നടന്ന് കൃത്യമായ ആക്ഷൻ എടുത്തു. ഈ ഇന്ത്യ പോലുള്ള കേരളത്തിൽ ഇത് സംഭവിക്കും. ഇവർ പറയുന്നു സ്ത്രീ സുരക്ഷ, അത് ഇത് മറ്റേത് മറിച്ചത്, സ്ത്രീ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പിടിച്ചാകത്തിടും എന്ന് പറയുന്ന ഇവിടെ ഈ പറയുന്ന നിയമ സംവിധാനം സ്ത്രീയുടെ സുരക്ഷയുടെ കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്, അല്ലെങ്കിൽ പൗരന്റെ സുരക്ഷയുടെ കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ളതാണ് ഈ ഒരൊറ്റ സംഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഗവൺമെന്റ് സംവിധാനങ്ങൾ നിഷ്ക്രിയമാണ്. ഇതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ പേസിൽ മാത്രമാണ് ഈ വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുന്നത്. 4 പേരുടെ വെളിപ്പെടുത്തൽ വന്നു. ഈ പറഞ്ഞ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്ഥാനമാനങ്ങൾ പോയി. ഇനി മുമ്പോട്ട് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പലതും പുറത്തു വരുന്നത്. വെറും 64 പേരുടെ സംഗതിയാണ്. അതിൽ ഇപ്പോൾ ആഡോൺ ശിവാനെ കുറച്ച് 3-4 സംഭവങ്ങളോട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ നടന്ന സമയത്ത് എന്തുകൊണ്ട് ഇവർക്ക് പുറത്ത് പറയാൻ പറ്റാതെ പോയി? അവരെന്തുകൊണ്ട് ഈ പുറത്ത് പറയാത്തതിന്റെ അവസ്ഥ എന്താണ്? ആ ഒരു അവസ്ഥ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? ഇപ്പോൾ ഇവര് സെലിബ്രിറ്റികളാണ്, ഇവർക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. ഇത് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ള ആളുകൾക്ക് പോലും ഈ പറയുന്ന നമുക്കിപ്പോ ഈ പ്രശസ്തമായ നടിയുടെ കേസ് നമുക്കറിയാം. എത്രയോ ഹരാസ്മെന്റ് അവര് നേരിട്ടുണ്ടാവും. മൊഴി കൊടുക്കാനും അതിനു വേണ്ടിയൊക്കെ പോയിട്ടുണ്ടാവും. എത്രയോ മെന്റൽ ടോർച്ചറിങ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ പലരും പറയുന്നു ഇപ്പോൾ ഈ പറയുന്ന പ്രസവ നടിയുടെ പാസ്റ്റ് മോശമാണ്, അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നു. ഒരു കാര്യം പറയട്ടെ, ആര് തന്നെയാണെങ്കിലും അവരുടെ പാസ്റ്റോ പ്രസന്റോ എന്നുള്ളതല്ല. ഒരു വ്യക്തിയുടെ ശരീരത്ത് മറ്റൊരു വ്യക്തി അനുവാദമില്ലാതെ സ്പർശിച്ചു, അല്ലെങ്കിൽ ബാഡ് ഇന്റൻഷനോട് കൂടി സ്പർശിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ കോൺടെസ്റ്റ്. ഇതാണ് മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടു.
ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മേലുള്ള അതിക്രമം. ഇത് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന ഈ പറയുന്ന സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പിന്നെ പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ പണ്ട് നടന്നുകൊണ്ടിരുന്ന ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഇന്നും നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന 64 പേര് മാത്രമേ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ആയിരക്കണക്കിന് പേര് ഇവിടെ പ്രവർത്തിക്കുന്നില്ലേ? ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്ട്രഗിൾ എന്നൊക്കെ പറയുന്നത് ഇതിനകത്തൊക്കെ വളരെ കുറച്ച്. ഞാനിപ്പോൾ ഒരു 10-18 വർഷമായിട്ട് ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത്. 18 വർഷത്തിന് മേളിലായി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ടാക്സി ഫീൽഡിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ സ്വന്തമായിട്ട് വാഹനമൊക്കെ എടുക്കുന്നതിന് മുന്നേ ഞാൻ ടാക്സി ഫീൽഡിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഈ പറയുന്ന സിനിമ ഷൂട്ടിംഗ് ഉള്ള പല മേഖലകളിലും പല സിനിമ ഓടിയിട്ടുണ്ട്. ടാക്സി വിളിച്ചിട്ട് ഞാൻ ഓടിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഞാൻ ടാക്സി ഓടിച്ചൊരു 10-12 വർഷം ടാക്സി ഓടിച്ചിട്ടുണ്ട്. പല സിനിമാ സെറ്റുകളിലും പോയിട്ടുണ്ട്. പല സിനിമാ സെറ്റുകളും വന്ന് പിന്നെ വൈകുന്നേരം പാക്കപ്പ് ആയതിനു ശേഷം വന്ന് തമ്പടിക്കുന്ന ഹോട്ടലുകളിൽ നമ്മൾ ഗസ്റ്റിനെ എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ പലപ്പോഴും ഈ പറയുന്ന സിനിമാ സെറ്റുകളിൽ ഓടിക്കുന്ന ഡ്രൈവർമായിട്ടൊക്കെ പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഇത് എവറസ്റ്റിന്റെ അത്രയും വലിയൊരു മലയുടെ ഒരു ചെറിയൊരു കഷ്ണം ഓടിച്ച് കൈ കിട്ടിയേക്കാം. വളരെ ചെറിയൊരു കഷ്ണം ഓടിച്ച് കൈക്കുമ്പിളി വെച്ചേക്കുക. ഇതെടുത്ത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ഇതാണ് സിനിമാ ലോകത്ത് നടക്കുന്നത്. ഇതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ വളരെ കുറച്ചാണ്. എത്ര പേര് ഇപ്പോൾ പിന്നെ ഒരു പിന്നെ ആക്ട്രസ് മയൂരി അവരങ്ങോട്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയോ പിന്നെ ഇപ്പോൾ സിൽക്ക് സ്മിതയുടെ സൂയിസൈഡ്. എത്ര ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര ആളുകൾ മെന്റൽ ടോർച്ചറിംഗ് ഉണ്ട്. അതേപോലെ തന്നെ മെഡിക്കേഷൻ എടുക്കുന്ന ആളുകൾ, അതേപോലെ ട്രീറ്റ്മെന്റ് നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല, ഈ പറയുന്നതൊന്നും അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതൊക്കെ വളരെ വളരെ ചെറിയ സംഗതികളാണ്. ഇതിനകത്തിൽ പിന്നെ എനിക്ക് വളരെ ദൗർഭാഗ്യകരമായിട്ട് തോന്നിയ 1-2 പ്രതികരണങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഇവർ പറയുന്നത് വലിയ സംഭവം പോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഇതിനപ്പുറത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ പല ആളുകളും പറയുന്നു ഈ പറയുന്ന സിനിമയുടെ വർക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ശരീരം ആവശ്യപ്പെടുന്ന സിറ്റുവേഷൻ. എന്തുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും? ഇതിലെ എനിക്ക് ദൗർഭാഗ്യകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ഒന്ന് സുരേഷ് ഗോപിയുടെ പ്രതികരണം വളരെ ദൗർഭാഗ്യകരമായ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അദ്ദേഹം പറഞ്ഞത് സംഘടന എന്തോ അങ്ങനെ മറ്റൊരു ഡയലോഗ് പുള്ളി പറഞ്ഞു, സംഘടന പിന്നെ അതിന് തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞു. മുകേഷിന്റെ പ്രതികരണം, അതേപോലെ ജോമോളുടെ പ്രതികരണം, അതേപോലെ ഗണേഷ് കുമാർ കെ പി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. അതൊരു മന്ത്രിയും കൂടെയാണ്. ആ ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് പിന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഇതിന് വ്യക്തമായൊരു നിലപാടെടുക്കേണ്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നിലപാട് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായ ഒരു പിന്നെ നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ കാര്യം, നിങ്ങൾ വിചാരിക്കുന്ന സിനിമാ മേഖലയിൽ ഈ പവർ ഗ്രൂപ്പ് പിന്നെ അവർ വെറുതെ അങ്ങ് ഒരു പവർ ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാകുന്നു. അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കാനായിട്ട് അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. എനിക്കിപ്പോൾ 41 വയസ്സുണ്ട്. ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. ഇതിനകത്ത് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രതികരണം, 4 വർഷം ഈ പിന്നെ റിപ്പോർട്ട് പുറത്തുവിടാതെ വെച്ചിട്ടുള്ള ഗവൺമെന്റ് ആ ഒരു രീതി, ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന രാഷ്ട്രീയവും സിനിമയും തമ്മിൽ ബന്ധമില്ല എന്ന്, അഭേദ്യമായ ബന്ധമില്ല എന്ന് വിശ്വസിക്കാൻ വേണ്ടി മാത്രം പൊട്ടന്മാരാണോ നിങ്ങൾ? എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കാം. ഈ പറയുന്ന രാഷ്ട്രീയവും സിനിമയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. ഓരോ സെറ്റുകളിലും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പറയുന്ന ഇവർ പറയുന്നത് ഇനിയിപ്പോൾ പിന്നെ സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ തന്നെ നിർദ്ദേശിച്ചതാണ്. ഇപ്പോൾ പറയുന്നത് വീണ്ടും അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുമെന്ന്. ഇതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഒരു സാമാന്യ ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല. വഴി കിടന്ന് ഉറങ്ങിയ ആളുടെ മണ്ടയ്ക്ക് വണ്ടി കയറ്റിയ ആളാണ്. സർക്കാരിന്റെ കേസ് എന്ന് പറയുന്നത് പിന്നെ തെരുവിൽ ഉറങ്ങിക്കിടന്ന ആളുകളുടെ ദേഹത്ത് വണ്ടി കയറ്റിയതാണ്. പുള്ളിക്കെതിരെ കേസ് വന്ന് പുള്ളി ശിക്ഷിക്കപ്പെട്ടു. അവർക്കെതിരെ ആരാണ് കേസിന് പോയത്? അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. ഇവിടെ എത്രയോ കേസുകൾ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ എത്രയോ കേസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി അവരെടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട് ഇത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നുണ്ട്. മൊഴികൾ കൃത്യമായിട്ടുണ്ട് എന്ന് വെറുതെ ഒരു പിന്നെ എയറിലേക്ക് വെറുതെ വരച്ചു വിടുന്നതല്ലാന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഗതികൾ നിലനിൽക്കെ കേസെടുക്കാനായിട്ട് ഇവർ വീണ്ടും പരാതി കൊടുക്കണം എന്ന് പറയുന്നതിൽ മുട്ടാപ്പോക്ക് ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാതെ പറയുകയാണ് ഞങ്ങൾക്ക് ഈ സംഗതിയായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്നവർ എനിക്ക് മനസ്സിലായതാണ്, വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലായതാണ് ഈ പറയുന്ന സംഗതിയായിട്ട്. അപ്പോൾ ഇതിന്റെ ബാക്കിൽ എന്താ നടക്കുന്നത്? ഏതെങ്കിലും തരത്തിലെ വിലപേശലാണോ?
അല്ലെങ്കിൽ ഞാനത് കോൺസ്പിറസി ഒന്നും മുന്നോട്ട് വെക്കുന്നില്ല. പക്ഷേ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞതിനകത്തിലും അതേപോലെ തന്നെ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തോടുള്ള നിലപാടിലും പരാതി കിട്ടിയിട്ട് കേസെടുക്കാം എന്ന് പറയുന്നതിനകത്ത് ഇവിടെ പരാതി കിട്ടാതെ കേസെടുത്തുള്ള സ്വമേധയാ കോടതി തന്നെ കേസെടുത്തുള്ള സംഗതികളുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് എവിടെ മനുഷ്യാവകാശ കമ്മീഷൻ? പണ്ടൊരു കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഓടി നടന്ന് കേസെടുത്തതാ. എവിടെ മനുഷ്യാവകാശ കമ്മീഷൻ? എവിടെ വനിതാ കമ്മീഷൻ? എവിടെ? ഇവരെല്ലാവരും ചത്തതുപോലെ കിടക്കുവാണ്. അതോ ഇവരൊന്നും സംഭവങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണോ അത്? അവർക്ക് ചെന്ന് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് എല്ലാം കൊടുത്ത് എഴുന്നേൽപ്പിക്കണം? വേണ്ടല്ലോ. ഇതിനകത്തിൽ കൃത്യമായിട്ട് ഗവൺമെന്റ് ഈ സംഗതികളൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഓഡിറ്റിംഗിൽ കൊണ്ടുവരാം. ഇത് കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കാം. വളരെ സിമ്പിൾ സ്റ്റെപ്പിലൂടെ അവർക്ക് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഓഡിഷനും കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റിന്റെ മോണിറ്ററിംഗിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ഇതിലെ 90% പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കും. അപ്പൊ അതൊക്കെ വളരെ അത്രയും സിമ്പിൾ സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റാത്ത ഈ പറയുന്ന പൗരന്മാരോട് യാതൊരുവിധ പ്രതിബദ്ധതയോ താല്പര്യമോ സംരക്ഷിക്കാനുള്ള ആ സത്യപ്രതിജ്ഞ ചെയ്ത് അവർ കയറി ഈ പറയുന്ന ഭരണ സംവിധാനത്തിലിരിക്കുന്ന സംരക്ഷിക്കാനുള്ള യാതൊരുവിധ പ്രതിബദ്ധതയോ ഇല്ലാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്ന രേവതി സമ്പത്തിന്റെ ആ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് നീളുന്ന ആ ഒരു പ്രസ്താവനയിൽ നിന്നും പല ആളുകളും പുറത്തു വന്ന് സംസാരിക്കാൻ മടിക്കുന്നതിന്റെയും അതേപോലെ ഈ പറയുന്ന ഗവൺമെന്റിന്റെ പ്രതികരണത്തിന്റെയും എല്ലാത്തിന്റെയും കൂടെ ഒരു സമ്മറി എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് പ്രസിഡന്റിനെതിരെ ഓപ്പണായിട്ട് വന്നൊരു സ്ത്രീ കമന്റ് പറയുന്നു. എക്സ് പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ്, അദ്ദേഹത്തിന് എത്രത്തോളം സുരക്ഷയുള്ള ആളാണ്. ആ ട്രംപിനെതിരെ കേസെടുത്തിട്ടുള്ളത് അവിടെ. അതും ജനാധിപത്യ സംവിധാനമാണ്, ഇതും ജനാധിപത്യ സംവിധാനമാണ്. ചില നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ പറയുന്ന പവർ ഗ്രൂപ്പിലെ ആളുകൾ ഈ പറയുന്ന സിദ്ദിഖിന്റെ കഴിഞ്ഞ ദിവസം ഉള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ആരോപണം വന്നതിന് ശേഷം രാജിവെക്കും. അപ്പൊ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് ധാർമ്മികത ഇല്ലായിരുന്നോ? ഇദ്ദേഹം ഈ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അപ്പം ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ ധാർമ്മികത എവിടെ പോയി? ഇദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് ഞങ്ങൾ അമ്മയുടെ ഷോയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു. ഇത് ഇവർ കാണുന്ന ഒരു തമാശയായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ. അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു തമാശ. എന്താണ് ഇന്ദ്രൻസ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ? ഇന്ദ്രൻസ് പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത് ഞാൻ അതിനെ കണക്കിലെടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വിദ്യാഭ്യാസപരമായും ഒക്കെ ബുദ്ധിമുട്ട് ഉള്ള പുള്ളിയുടെ ആ ഒരു രീതി അങ്ങനെയാണ്. അറിവ് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ അറിവ് വളരെ പരിമിതമാണ്. പക്ഷെ ജോമോള് പറയുമ്പോൾ അത് പ്രശ്നമാണ്. കാരണം ന്യൂ ജനറേഷൻ ആണ്, അവർ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ ഞാൻ കാര്യം പറയാം, അറിവ് പരിമിതമാണെന്ന് പറഞ്ഞാൽ പോലും അയാൾ ഇത്രയും നാള് ഒരു സമൂഹത്തിൽ ജീവിച്ച ആളാണ്. അയാൾക്ക് അറിവ് നേടാനാണെങ്കിൽ അതിൽ നിന്ന് അറിവ് നേടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിനേക്കാൾ എത്രയോ തരംതാണ രീതിയിൽ സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ മോഹൻലാലിന്റെ കാര്യം തന്നെ ഈ കൊറോണ വന്ന സമയത്ത് പുള്ളി പറഞ്ഞ ഡയലോഗ്. അപ്പൊ അറിവിന്റെ കാര്യത്തിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതാന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഇന്നിപ്പോ മന്ത്രിമാരൊക്കെ ഈ പറയുന്ന നിയമത്തെ കുറിച്ച് അറിയാത്ത മന്ത്രിമാരാണോ ഈ പറയുന്നത് ഇത് പരാതി കിട്ടട്ടെ എന്നിട്ട് എടുക്കാവുന്നു? അതുകൊണ്ട് ഒരു പൗരന് ഒരു ബുദ്ധിമുട്ടിലാണെങ്കിൽ സ്റ്റേറ്റിന് പരാതി ഉണ്ടാവണം. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ഞാനൊരു പൗരനാണ്, എനിക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്നു. ഇത് കൃത്യമായും ഈ പൗരന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാനിവിടെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്നല്ലോ. ഞാനിവിടെ ഹെൽമെറ്റ് ഇടാതെ പോയി കഴിഞ്ഞാൽ ഫൈൻ അടിക്കുമല്ലോ. ഇതാരും പരാതി കൊടുത്തതാണോ? അല്ല. അതിനകത്ത് പൈസ കിട്ടും. ഇത് പൈസ കിട്ടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പൈസ കിട്ടുന്ന കാര്യം വേറെ. അത് ഞാൻ പറയുന്ന കോൺടെസ്റ്റ് മനസ്സിലായോ? അതായത് ഞാനിപ്പോ ഇറങ്ങി നിന്ന് മദ്യപിച്ചിട്ട് റോഡിൽ കൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പരാതി പോലും കൊടുക്കണ്ട, പോലീസുകാർ കണ്ടാൽ മതി. സ്വമേധയാ കേസെടുക്കും. പറഞ്ഞു കേട്ടാൽ മതി, അവര് വന്ന കേസെടുക്കും. അത് മനസ്സിലായില്ലേ? അപ്പോ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് വളരെ പച്ചയായ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നിരിക്കെ പരാതി കൊടുത്തെങ്കിലേ കേസെടുക്കൂ എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടൊരു കാര്യമാണ്. സ്ത്രീ പരാതി കൊടുത്തതാണ് നേരത്തെ. അത് ഇതുവരെ നടപടിയായിട്ടില്ല. അതിനെക്കുറിച്ച് ഇവിടെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും പരാതി കൊടുത്തിട്ട് നടപടിയായിട്ടില്ല. അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല. ഒരു പൗരൻ ഒരു ബുദ്ധിമുട്ടിലാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു ആക്സിഡന്റ് പറ്റി, ഞാൻ കോമയിലായി പോയി, എന്ത് ചെയ്യും? ഒരുപക്ഷെ കോമയിൽ ഞാൻ തിരിച്ചു വരാം, മറ്റൊരു ഘട്ടത്തിൽ ഞാൻ തിരിച്ചു വരാം. ആ സമയത്ത് എന്റെ കാര്യങ്ങൾ ആരാ നോക്കുന്നത്? എന്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരും തിരിച്ചറിയാൻ കിട്ടുന്നില്ല. അപ്പൊ ആ സമയത്ത് എന്റെ കാര്യങ്ങൾ ആരാ? സ്റ്റേറ്റ് ആണ് നോക്കേണ്ടത്. ഞാൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡെമോക്രസിയിൽ സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ് പൗരൻ. ആ പൗരനെ എന്ത് വില കൊടുത്തും സ്റ്റേറ്റ് സംരക്ഷിക്കും. എന്തുകൊണ്ടാണ് അഭിനന്ദൻ വർത്തമാൻ എന്ന് പറയുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ അത്രത്തോളം പണം ചെലവാക്കിയത്? കാണ്ഡഹാറിൽ വിമാനം റാഞ്ചിക്കൊണ്ട് പോയപ്പോൾ ഈ പറയുന്ന ഈ ആളുകളെ രക്ഷിക്കാനായിട്ട് തീവ്രവാദികളെ വിട്ടുകൊടുത്ത് പണം കൊടുത്തുവെന്ന് എനിക്കറിയില്ല. തീവ്രവാദികളെ വിട്ടുകൊടുത്തിട്ട് ആളുകളെ രക്ഷിച്ചത് എന്തിനാണ്?
ഈ പറയുന്ന വിമാനത്തിലിരുന്ന ആളുകൾ പരാതി കൊടുത്തോ? ഇല്ലല്ലോ, പരാതി കൊടുത്തില്ലല്ലോ. സ്റ്റേറ്റിന്റെ സ്വത്താണ്. ഈ പൗരന് ബുദ്ധിമുട്ട് വരുമ്പോൾ സ്റ്റേറ്റ് ഇടപെടണം. ആ ഇടപെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ സ്റ്റേറ്റിന്റെ സംവിധാനം ആരാണോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഞങ്ങൾ പരാജയമാണെന്ന് തുറന്ന് സമ്മതിച്ചിട്ട് ആ സംവിധാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോണം. അല്ലാതെ അതിൽ കടിച്ചു നോക്കി കിടക്കരുത്. അത് എക്സ് ഓർ വൈ, അതാരാണെങ്കിലും, ഇപ്പൊ പിന്നെ സ്റ്റേറ്റ്, ഇപ്പോ ഒരു സംസ്ഥാനമാണെങ്കിലും കേന്ദ്രമാണെങ്കിലും ആരാണെങ്കിലും, ഇത് ഒന്നാമത്തെ കാര്യം, ഇവിടെ ജനങ്ങൾക്ക് പ്രതികരണശേഷി വളരെ കുറവാണ്. പ്രതികരിക്കുന്ന ആളുകൾ ഇപ്പോ പിന്നെ അജു പിന്നെ വയനാടിന്റെ കേസിൽ പ്രതികരിച്ചു, കേസ് കൊടുത്ത് ഒതുക്കുകയാണ്. പൊതുജനങ്ങൾ എന്താ പറയുന്നത്? അവൻ പറഞ്ഞ വിട്ടിത്തരമാണ്, അവൻ പൊട്ടനാണ്. അല്ല, മിലിറ്ററി ആക്ഷേപിച്ചു. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ അത് നോക്കിയിട്ട് മിലിറ്ററി ആക്ഷേപിച്ചിരിക്കുന്നത് ഈ പറയുന്ന ആളുകളാണ്. അതായത് ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ജീവൻ രക്ഷാ പ്രവർത്തനം നടക്കുന്നിടത്ത് മിലിറ്ററിയുടെ വർക്കിംഗ് ഡ്രസ് ഇട്ടിട്ടാണ് പോയത്. മിലിറ്ററിയുടെ വർക്കിംഗ് ഡ്രസ് മേജർ രവി ഇന്റർവ്യൂവിൽ പറഞ്ഞു, മിലിറ്ററിയുടെ വർക്കിംഗ് ഡ്രസ് ആരായിട്ടേക്കുന്നത്? മോഹൻലാൽ ഇട്ടിട്ടുണ്ട്, മേജർ രവി ഇട്ടിട്ടുണ്ട്, മോഹൻലാലിന്റെ മേക്കപ്പ് മാൻ ഇട്ടിട്ടുണ്ട്. മോഹൻലാലിന്റെ മേക്കപ്പ് മാൻ ആരാണ്? മോഹൻലാൽ ഇടുന്നത് മനസ്സിലാക്കാം, മേജർ രവി ഇടുന്നത് മനസ്സിലാക്കാം. മോഹൻലാലിന്റെ മേക്കപ്പ് മാൻ ആരാണ്? ഒരു മിലിറ്ററിയുടെ വർക്കിംഗ് ഡ്രസ് ഇട്ടുണ്ട്. അതേ ബറ്റാലിയന്റെ മിലിറ്ററി അവിടെ പിന്നെ ജോലി ചെയ്യുന്നിടത്ത് പോകാൻ അയാൾക്ക് എന്ത് റൈറ്റ് ഉള്ളത്? മേക്കപ്പ് മാൻ അടക്കം അതിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ ആ ഗുരുതരമായിട്ടുള്ള പിന്നെ മിലിറ്ററിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഓൾറെഡി അവിടെ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇവർ ആരെയാണ് പിന്നെ സംരക്ഷിക്കുന്ന ആരെയാണ്? അപ്പൊ അവിടെ പോയി പ്രഖ്യാപനം നടത്തുന്ന വീട്ടിൽ നിന്ന് പ്രഖ്യാപനം നടത്തിയാൽ പോലെ പുള്ളിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി. അവിടെ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി, പിന്നെ ഒരു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇവരുടെ പ്രിവിലേജ് വെച്ചിട്ട് ആ സ്ഥലത്ത് പോവുകയും അവിടെ ഈ പറയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിന്നെ അവർക്ക് തടസ്സം വരുന്ന രീതിയിലുള്ള പ്രവർത്തനം, അവർക്ക് എന്തെല്ലാം സുരക്ഷ എടുക്കണം? ഈ പറയുന്ന സെലിബ്രിറ്റികളാണെന്നുള്ള ഈ പ്രിവിലേജിൽ ഇവർക്ക് സുരക്ഷ എടുക്കണം. അവിടുത്തെ കാര്യം അത്രയും മാൻപവർ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ സാധാരണക്കാരന് ഒരു പൗരന് വിലയില്ല. ഈ പറയുന്ന സെലിബ്രിറ്റികളുടെ അഹങ്കാരം കാണിക്കാൻ മാത്രമേ ഇവിടെ സംവിധാനത്തിന് പ്രയോജനമുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സംവിധാനം പിന്നെ പിരിച്ചുവിട്ട് മൊണാർക്കിയിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. സംവിധാനം പരാജയമൊന്നുമല്ല, സംവിധാനം നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ പരാജയമാണ് എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം പരാജയമൊന്നുമല്ല, ഈ സിസ്റ്റം പരാജയമാണ്. ഈ സിസ്റ്റം ഒരു സംവിധാനവും പിന്നെ പരാജയമല്ല. എന്റെ മനസ്സിലാക്കാൻ അങ്ങനെയാണ്. ഡെമോക്രസിയിൽ പറയുന്ന ഡെമോക്രസി പരാജയമൊന്നുമല്ല, ഡെമോക്രസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതി പരാജയപ്പെട്ടു എന്നാണ് ഉദ്ദേശിച്ചത്. The way it's being practiced, the way is being handling, പ്രാക്ടീസിംഗ് അല്ല. നമ്മളെല്ലാവരും ഡെമോക്രസി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഞാൻ ഡെമോക്രസി പിന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുമാണ്. നോർമലി പണ്ടൊരു 2 വർഷം മുന്നേ 3 വർഷം മുമ്പേ ഞാൻ ഡെമോക്രസിയെ പ്രാക്ടീസ് ചെയ്ത രീതിയിലല്ല ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഡെമോക്രസി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. പല കാര്യങ്ങളും ഇപ്പം നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച്, നിലവിലുള്ള വളരെ പരിമിതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഡെമോക്രസിയെ നല്ല രീതിയിൽ നടത്താനായിട്ട് ഞാൻ പല കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിൽ ആകെ ഇവിടെ ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വർക്കായിട്ടുള്ളത് ഇലക്ഷൻ മാത്രമാണ്. The process of election, വോട്ടെടുപ്പ് മാത്രമാണ് ജനാധിപത്യമായിട്ട് ആ വോട്ട് ചെയ്യുന്ന പ്രക്രിയ മാത്രമാണ്. അതായത് അന്ന് പോളിംഗ് ബൂത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ജനാധിപത്യത്തിലെ എന്തെങ്കിലും ഉള്ള ഒരു ചെറിയൊരു പ്രോസസ്സ്. പക്ഷെ അതിന് മുമ്പ് നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രോസസ്സുകളാണ്. സോ ദ പീപ്പിൾ ആർ ബീങ് ഗെറ്റ് മാനിപ്പുലേറ്റഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം, ഇപ്പോൾ ജനാധിപത്യം പുല്ലാത്തതിന്റെ പ്രധാന പ്രശ്നം ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. കാരണം മതാത്മകമായിട്ടും മതാത്മകതയും ദൈവികതയും രണ്ടാണ്. ഒരു ദൈവം വേറെയാണ്. ആ ദൈവമാകുന്നത് ദൈവത്തെ പിന്നെ എന്തൊക്കെയോ ദിവ്യശക്തികളുണ്ടെന്ന് മനസ്സിലാക്കി അവരെ ആ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോഴാണ്. മതാത്മകത എന്ന് പറയുന്നത് ഒരു ആശയത്തെ വളരെ എന്താ പറയാ, വളരെയധികം പിന്നെ അത്രയും പിന്നെ വിശ്വാസത്തോടു കൂടി ശക്തമായിട്ട് നമ്മൾ അതിനെ ആ ഒരു ആശയത്തെ സമീപിക്കുമ്പോഴാണ് ഒരു ആശയം മതാത്മകമാകുന്നത്. ഈ മതാത്മകതയും ദൈവികതയും തന്നെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാനമായിട്ടുള്ള കാരണം. ഇവരെന്തൊക്കെ വലിയ സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഈ പറയുന്ന ആളുകൾ വളരെ ശക്തമായിട്ട് തന്നെ മീഡിയയുടെ മുമ്പിൽ നിന്ന് മുഖം കാണിച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ബേസിക്കലി അത്രേ ഉള്ളൂ. ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന രഹസ്യമൊഴി അല്ല കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ജനാധിപത്യ ബോധമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന ജനാധിപത്യമുള്ള ഇന്ത്യ, അതിനകത്ത് സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് ഈ ഒരു സംവിധാനത്ത് ഈ ചുറ്റുപാടിനകത്ത് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉള്ള ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ വന്ന് അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് അവളുടെയും കൂടി കുഴപ്പമാണെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഒരു വിഭാഗം. സജീവമായിട്ട് അവരത് പറയും. നീ എന്തെടുക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നിന്റെ വേഷം ശരിയല്ലെന്ന് പറയുന്നവരും വസ്ത്രം ശരിയല്ലാത്തതുകൊണ്ട് പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്യേണ്ടി വന്നു. അതിന് ഞാൻ മറുപടി പറയാം. ഇന്ന് നമ്മള് പിന്നെ ഈ ലോകത്തില് ഞാൻ പറയാം, റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അതിൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ, അതായത് പിന്നെ
പണ്ട് തൊട്ടേ ഈ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങളും ഒരു മാസിനെ കൊണ്ട്, ഒരു മാസ് പോപ്പുലേഷൻ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളല്ല, ഒരു ചെറിയ മൈനോറിറ്റി മാത്രം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇന്ന് നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ അടക്കമുള്ള പലതും നമ്മൾ ഉപയോഗിക്കുന്ന സൗഭാഗ്യങ്ങൾ 99.99% മാസിനെ കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളല്ല. വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഈ പറയുന്ന ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുന്നത്. മാസ് എപ്പോഴും അതിനെ എതിർത്തിട്ടുള്ളൂ. ഈ പറയുന്ന ഇതേ കേരളത്തിൽ തന്നെ മാറുമറയ്ക്കൽ സമരം നടന്ന കേരളമാണ്. മാറുമറയ്ക്കൽ സമരത്തിന് അനന്തരഫലമായിട്ട് മാറുമറയ്ക്കാനുള്ള അനുവാദം കിട്ടിയപ്പോൾ അതിനെതിരെ സംസാരിച്ച സ്ത്രീകളാണുള്ളത്. സതി നിർത്തലാക്കിയപ്പോൾ സതി തങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ് സ്ത്രീകൾ ഇറങ്ങി സമരം ചെയ്ത നാടാണിത്. അപ്പോ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ വരുന്നത് ചെറിയൊരു പോപ്പുലേഷനെ കൊണ്ട് മാത്രമേ വരുള്ളൂ. ഈ പറയുന്ന ഇരകൾ എന്ന് പറയുന്ന ആളുകൾ, നീ സ്ത്രീ ആയാലും പുരുഷനായാലും പീഡനത്തിന് വിധേയരാകുന്ന, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഏതൊരു തരത്തിലും പീഡനത്തിന് വിധേയരാകുന്ന ആളുകൾ വളരെ ധൈര്യപൂർവ്വം മീഡിയയുടെ മുഖം കാണിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നിടത്ത് നിന്ന് മാറ്റങ്ങൾ ആരംഭിക്കും. മുഖം കാണിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നിടത്ത് മാറ്റങ്ങൾ ആരംഭിക്കും. ഒരു മാംസപിണ്ഡമായിട്ട് സ്ത്രീയെ കാണുന്നതിനപ്പുറത്തേക്ക് അതും ഒരു മനുഷ്യനാണെന്നും ആ മനുഷ്യന് ഈ പറയുന്ന പുരുഷ ശരീരത്തെ പോലെ തന്നെ പ്രതികരിക്കാൻ കഴിയുമെന്നും ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നിടത്ത് തന്നെ മാറ്റങ്ങൾ ആരംഭിക്കും. വളരെ ചെറിയൊരു മൈനോറിറ്റി ആണെങ്കിലും നിങ്ങളോട് ഒരു ചെറിയൊരു മോശമായി സംസാരിച്ചാലോ മോശമായി നിങ്ങളുടെ ശരീരത്തെ തൊട്ടാലോ നിങ്ങൾ ആ സ്പോട്ടിൽ പ്രതികരിക്കണം. ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട്. ഈ പറയുന്ന യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും റീൽസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾക്ക് മീഡിയ തന്നെ വേണമെന്നില്ല, നിങ്ങൾ തുറന്ന് സംസാരിക്കണം. നിങ്ങളുടെ മുഖം കാണിച്ചതിന് എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. മുഖം കാണിച്ച് സ്ത്രീകൾ മുഖം കാണിച്ച് പൊതുസമൂഹത്തിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ പ്രശ്നങ്ങൾ 90% തീരും. ഇത്തരം പ്രശ്നങ്ങൾ 90% തീരും. ഇത് സ്ത്രീകളെ വെറും മാംസപിണ്ഡമായിട്ടും ഒരു ഉപഭോഗ വസ്തുവായിട്ടും കണ്ട് ശീലിച്ച് അങ്ങനെ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു മാടമ്പി കൂട്ടമാണ്. ഈ മാടമ്പി കൂട്ടത്തിന്റെ ഈ മാടമ്പി കൂട്ടം ചെയ്യുന്ന കാര്യങ്ങൾ, പല സിനിമകളിലും ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ പേഴ്സണലി എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ പറയുന്ന മോഹൻലാൽ, മമ്മൂട്ടി, എനിക്ക് പണ്ട് തൊട്ടേ അവരോട് ഈ ആരാധന ചിത്രങ്ങൾ എവരെ ആരാധിക്കുന്ന ഒരു സമൂഹത്തോട് ഞാൻ ചോദിക്കുന്നതാണ്. ഈ പറയുന്ന ഈവൻ എക്സ് ഓർ വൈ നടനായിക്കോട്ടെ, ഇപ്പൊ ചിരഞ്ജീവിയോ അല്ലെങ്കിൽ രജനീകാന്തോ ആരെയോ ആയിക്കോട്ടെ, ഇവര് ചെയ്യുന്ന സിനിമകളൊക്കെ നല്ലതായിരുന്നെങ്കിൽ ഇവർ തന്നെ സ്ക്രിപ്റ്റ് എഴുതി, ഇവർ തന്നെ ഡയറക്ട് ചെയ്ത്, ഇവർ തന്നെ അഭിനയിച്ചാൽ പോലെയായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതാണ്. ഇവരൊക്കെ വളരെ മികച്ച ആളുകളായിരുന്നെങ്കിൽ ഇവരുടെ സിനിമ എങ്ങനെയാകുന്നേ? ഇതൊക്കെ ഇവരുടെ സിനിമ എങ്ങനെയാകുന്നേ? ഇപ്പൊ ഞാൻ എന്റെ കാശ് കൊടുത്ത് ഞാൻ സ്ഥലം മേടിച്ച് എന്റെ പറമ്പിൽ ഒരു വീട് വെക്കാനായിട്ട് ഒരു എഞ്ചിനീയറെ സമീപിക്കുന്നു. എഞ്ചിനീയർ പ്ലാൻ വരച്ചു തരുന്നു. ഞാൻ ആ പ്ലാൻ എസ്റ്റിമേറ്റ് വിട്ടു തരുന്നു. ഞാൻ ആ പ്ലാനുമായിട്ട് ഒരു കോൺട്രാക്ടറെ സമീപിക്കുന്നു. ആ കോൺട്രാക്ടർ ആ പ്ലാൻ വാങ്ങിയതിനു ശേഷം പുള്ളിയുടെ ഞാൻ സാധനം ഇറക്കി കൊടുക്കുന്നു. പുള്ളിയുടെ പണിക്കാരെ വെച്ചിട്ട്, അല്ലെങ്കിൽ കോൺട്രാക്ടർ തന്നെ സാധനം മേടിച്ചിട്ട് പുള്ളിയുടെ പണിക്കാരെ വെച്ചിട്ട് മേശിരിയെ വെക്കുന്നു, മൈക്കാടിനെ വെക്കുന്നു, പലതരത്തിലുള്ള ഇലക്ട്രീഷ്യനെ വെക്കുന്നു, പ്ലംബറെ വെക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് ആ വീട് പണി പൂർത്തീകരിച്ച് എനിക്ക് തരുന്നു. ഇതിനകത്ത് ഒരു മേശിരി വളരെ വൃത്തിയായി തേച്ചു, അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനുകാരൻ വളരെ വൃത്തിയായി പണി ചെയ്തു എന്നതുകൊണ്ട് ആ പണിക്കാരന്റെ ആകുമോ? അല്ലെങ്കിൽ കോൺട്രാക്ടറെ ആവും വീട്? കാശ് മുടക്കി എന്റെ അല്ലേ വീട്? എനിക്ക് മോഹൻലാലിന്റെ സിനിമ, മമ്മൂട്ടിയുടെ സിനിമ, ദിലീപിന്റെ സിനിമ, രജനീകാന്തിന്റെ സിനിമ, അമിതാഭ് ബച്ചന്റെ സിനിമ, അപ്പൊ ഈ പ്രൊഡ്യൂസർ പൊട്ടന എവരോട് പോയി? ഇവ കാശ് മുടക്കി മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ അർണോൾഡ് ഷ്വാസ്നഗർ, കിയാനു റീവ്സ്, ഇതെല്ലാം അത്രേ ഉള്ളൂ. നല്ല പണിക്കാരൻ. ഞാൻ കാശ് കൊടുത്തു കഴിഞ്ഞാൽ പണിയെടുക്കണം. ഞാൻ പറഞ്ഞ പണിയെടുത്താൽ നീ പണി നോക്കും. ഫിനിഷ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ? അതായത് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരൊക്കെ തന്നെ അല്ലേ? അതാണ് വേറൊരു പ്രശ്നം. പണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, അവർ ആക്ടേഴ്സ് അല്ല. അവര് ഇവരെ വളർത്തിക്കൊണ്ട് വന്ന ആരാ? ഈ നടന്മാരെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇവരായി ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ്. ഇവര് തന്നെ അഭിനയിക്കുന്നു, അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴാണ് അതുകൊണ്ട് അതിൽ പിന്നാണ് എന്തും നടക്കും എന്നുള്ള രീതിയായത്. താങ്കൾ പറഞ്ഞതില് ഇപ്പൊ ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നു ഒരാള്. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലൈഫ് ബോയ് സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നു. ലൈഫ് ബോയ് സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ച ആക്ടറിന്റെ അല്ലല്ലോ ലൈഫ് ബോയ് സോപ്പ്. അത്ര സിമ്പിളാണ് പരിപാടി. ഇവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ സിനിമയാണ്. ഇപ്പൊ ഇവർക്ക് പക്ഷേ എങ്കിൽ പോലും ഇതിനകത്ത് കഥയുണ്ട്. കഥ എഴുതിയ ആളുണ്ട്, ഷൂട്ട് ചെയ്ത ആളുണ്ട്, ഡയറക്ട് ചെയ്ത ആളുണ്ട്, എഡിറ്റ് ചെയ്ത ആളുണ്ട്. ഇവർക്ക് എല്ലാത്തിനകത്ത് ഇതിനകത്തൊരു ഭാഗമല്ലേ ഇത്? അതാണ് ഞാൻ ഈ വീട് പണിയുന്ന കാര്യം തന്നെ പറഞ്ഞത്. എനിക്ക് വീട് പണിയണം. ഞാൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ എഞ്ചിനീയർ ആ പണിയാണ് കഥ എഴുത്തുകാർ ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ആ റോള് നിങ്ങളൊന്ന് ജസ്റ്റ് ഇച്ചിരി ലോജിക് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത് നോക്കിയാൽ മതി. ആ റോളുകൾ ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്ര സിമ്പിൾ ആണത്. ഇപ്പൊ മോഹൻലാലിന്റെ പൈസ കൊടുത്തെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ എന്താ എല്ലാ സിനിമ, അല്ലെങ്കിൽ മമ്മൂട്ടിയോ, അല്ലെങ്കിൽ ദുൽഖറോ, അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ, അല്ലെങ്കിൽ രജനീകാന്തോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രജനീകാന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അമിതാഭ് ബച്ചനും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ഇവരെന്തേ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ വിളിക്കുന്നത്? ഇവർക്ക് തന്നെ എഴുതിയാൽ പോരായിരുന്നു.
ഡയറക്ടേഴ്സിനെ പുറത്തു വിളിക്കുന്നതിന് അവർക്ക് തന്നെ അത്ര മിടുക്കന്മാരാണെങ്കിൽ തന്നെത്താൻ അൾട്ടിമേറ്റ്ലി പൈസ മുടക്കുന്നതിന്റെയാണ് സാധനം. പൈസ മുടക്കുന്നത് ഇതൊരു ടീം വർക്കാണ്. ഇപ്പൊ ഞാൻ വീട് വെച്ച് പണിക്കാരെ വെച്ച് വീട് പണിഞ്ഞിട്ട് ഇതൊരു ടീം വർക്കാണ് നമ്മൾ ചെയ്തതാണ്. നാളെ മുതൽ പിന്നെ അവിടുത്തെ മൈക്കാട് പണിക്കാർ അല്ലെങ്കിൽ മേശരി പണിക്കാർ അല്ലെങ്കിൽ കോൺട്രാക്ടർ പറയാണ് ഞാനും എന്റെ ഭാര്യയും കൂടെ റൂം ഞങ്ങൾ എടുക്കുകയാണ്. കാരണം ഇത് ഞങ്ങൾ ടീം വർക്കായിട്ട് ചെയ്തതാണ്. അടിച്ച് പുറത്താക്കില്ല നമ്മൾ, അടിച്ച് പുറത്താക്കില്ല. ഇവരെ അടിച്ച് ഇതുപോലെ ഇവരുടെ എതിർത്ത് സംസാരിക്കാത്തതിന്റെ പ്രധാന കാരണം ഇവർക്ക് ഈ പറയുന്ന ആളുകൾ ദൈവിക പരിവേഷമാണ് കൊടുത്തിരിക്കുന്നത്. ദൈവികമായിട്ട് ആണ് ഇവരെ കാണുന്നത്. ആണ് ഞാൻ മുമ്പ് പറഞ്ഞ ദൈവികത. ദൈവികതയോടെ അടിമത്തമുണ്ട്. ഈ ദൈവികത, അതായത് അത് പറയാണെന്ന് കുറെ ഉണ്ട്. മനുഷ്യൻ എപ്പോഴും ഓരോ ബിംബങ്ങൾ വേണം അല്ലേ മനുഷ്യന്. മനുഷ്യൻ പിന്നെ മറ്റൊരു ജീവികളെ പോലെയല്ല മനുഷ്യൻ. കഥകൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മറ്റു ജീവികൾ പിന്നെ ചുരുക്കം ചില ജീവികൾ മാത്രമേ പിന്നെ ഈ പറയുന്ന പിന്നെ വളരെ ടോക്സിക് ആയിട്ട് രീതിയിലുള്ള ഈ മറ്റു ജീവികളെ ആക്രമിച്ച് തട്ടിക്കളിച്ച് എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നുള്ളൂ. പക്ഷെ ആ ജീവികളും ഭക്ഷണത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് കൊല്ലുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി സ്വന്തം വർഗ്ഗത്തിലുള്ള ജീവിയെ മറ്റു ജീവികളെയും വിനോദത്തിന് വേണ്ടി കൊല്ലുന്നുണ്ട്. വിനോദത്തിന് മനുഷ്യന്റെ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നമാണ് മനുഷ്യൻ്റെത്. വെറും 2% അല്ലെങ്കിൽ 1.5% DNA മറ്റേ തിരുവരയുടെ പുറത്താണ് നമ്മൾ ഈ കിടന്ന് ഗെയിം കളിക്കുന്ന മുഴുവൻ. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല മനുഷ്യൻ. വെറുതെ പെറ്റിട്ട് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ വെറുതെ ഉരുമ്പടിച്ച് ചത്തു പോകുന്ന സാധനമാണ് മനുഷ്യൻ. അത്രയും വലിയ വെറും മൈര പോലല്ല മനുഷ്യൻ. അത്രേ ഉള്ളൂ. വലിയ സംഭവമല്ലെന്ന്. മനുഷ്യൻ പിന്നെ പ്രകൃതി വിരുദ്ധനായിട്ട് ജീവിച്ചത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് നിലനിൽക്കുന്നത്. പ്രകൃതിക്ക് അഗനിസ്റ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടാണ്. ഈ പ്രകൃതി സംരക്ഷകർ എന്ന് പറയുന്ന പോലെ പ്രകൃതിയെ പ്രണയിച്ച് ജീവിക്കൂ. പ്രകൃതി അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. പോട്ടെ, അത് നമ്മളുടെ കോണ്ടസ്റ്റ് അല്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ മനുഷ്യന്റെ ബേസിക്, അതായത് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം വന്നേക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഹിംസമൃഗത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇവിടെ വന്നിരിക്കുന്നത്. യഥാർത്ഥ മുഖം സ്വന്തം വർഗത്തിലെ ജീവിയെ തന്നെ വേട്ടയാടി അതിൽ നിന്ന് തന്നെ സുഖം കണ്ടെത്തുന്ന മനുഷ്യന്റെ ഏറ്റവും ക്രൂരമായ, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജീവികളിൽ ഏറ്റവും ക്രൂരമായ മനുഷ്യന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അപരിഷ്കൃതമായ സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ഗോത്രവർഗ മനുഷ്യരിൽ, അതായത് പ്രാചീന ഗോത്രവർഗ മനുഷ്യരിൽ മാത്രം കാണുന്ന വളരെ അപരിഷ്കൃതമായിട്ടുള്ള ഒരു രീതിയാണ് ഇന്ന് ഈ പറയുന്ന സിനിമാ പ്രവർത്തകർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. ശരിക്കും ഈ പറയുന്ന ആളുകൾക്ക് ഇന്നത്തെ ഒരു മൊറാലിറ്റി അനുസരിച്ച്, ഇന്നത്തെ ഒരു നിയമ സംവിധാനം അനുസരിച്ച്, ഇന്നത്തെ ഒരു സോഷ്യൽ കൺസെപ്റ്റ് അനുസരിച്ച്, ഇന്നത്തെ ഒരു വേൾഡ് ഓർഡർ അനുസരിച്ചിട്ടുള്ള യാതൊരുവിധ മൊറാലിറ്റിയോ യാതൊരുവിധ പ്രതിബദ്ധതയോ ഈ സമൂഹത്തോടോ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ അവരുടെ ആരെ പറ്റിച്ചാണ് ഇവർ കാശ് മേടിക്കുന്നത്. ഈ പറയുന്ന ഇത്രയും ഈ വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ആളുകളെ പറ്റിച്ചാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്. പറ്റിച്ചെന്ന് തന്നെ പറയുള്ളൂ. കാരണം കള്ളക്കഥ പറഞ്ഞിട്ടാണ് ഇവർ പൈസ മേടിക്കുന്നത്. കള്ളം പറയാം. ബേസിക്കലി കള്ളം പറയുന്ന ജീവിയാണല്ലോ മനുഷ്യൻ. കള്ളം പറഞ്ഞുകൊണ്ടാണ് ഗോസിപ്പ് പഠിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അതിന്റെ കോൺടെക്സ്റ്റ് വേറെയാണ്, അതിന്റെ ഡിഫറൻറ്റ് ആണ്. നമുക്ക് പിന്നീട് സംസാരിക്കാം. പരിണാമപരമായിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന. ശരിക്കും ഇന്നത്തെ കാലത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുള്ളത് പണ്ട് ഗോത്രവർഗ സംസ്കാരങ്ങളിൽ, ഗുഹാമനുഷ്യനായിരുന്ന സമയത്ത് ഗോത്രവർഗ സംസ്കാരങ്ങളിലാണ് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഗോറിലകളിൽ കാണുന്നുണ്ട്, സിംഹങ്ങളിൽ കാണുന്നുണ്ട്. കാരണം അവിടെ അടിച്ചു ജയിക്കുന്നവൻ പിന്നെ ആരാണോ തോക്കുന്നത് അവന്റെ ഭാര്യയെയും മക്കളെയും അവൻ കൊണ്ടുപോകും. ഈ സിംഹങ്ങളുടെ ഇടയിൽ ഇതേപോലെ തന്നെയാണ്. സിംഹങ്ങളുടെ ഇടയിൽ അടിച്ച് പിന്നെ തമ്മിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിന്നെ ആൺസിംഹത്തിന് പിന്നെ കുറെ ഇണകൾ കാണും. യവൻ അടിച്ച് മറ്റേ പെൺസിംഹങ്ങളുമായിട്ട് കൂടി നിൽക്കുന്ന ആ ടീമിലെ പിന്നെ ആൺസിംഹത്തെ അവനെ അടിച്ച് ഫൈറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ അവൻ ഔട്ട്. യവൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം കടിച്ചും കൊല്ലും. കുഞ്ഞുങ്ങളെ പിന്നെ അവൻ ടെറിട്ടറിയിൽ തന്നെ ഔട്ടാണ്. കുഞ്ഞുങ്ങളെല്ലാം കടിച്ചു കൊന്നിട്ട് ഈ പറയുന്ന പെൺസിംഹങ്ങളുമായിട്ട് അവൻ പിന്നീട് അടുത്തൊരുത്തം വന്ന് അവനെ തോൽപ്പിക്കുന്നത് വരെ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മൃഗീയമായിട്ടുള്ള സംഗതി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ പെൺസിംഹങ്ങൾ അവന്റെ അണ്ടറിൽ നിൽക്കണം. ഈ ചിംസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അവൻ എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും എത്ര പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫൈറ്റിൽ തോറ്റു കഴിഞ്ഞാൽ അവന് പിന്നെ പെണ്ണ് കിട്ടില്ല. അവൻ പിന്നെ ഔട്ടാണ്. അവൻ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകും. അവന്റെ ജീവിതം പോയി. പിന്നെ ഈ പറയുന്ന പെണ്ണുങ്ങൾ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഇത് ഈ പറയുന്ന ഫൈറ്റിൽ ജയിച്ചവന്റെ കൂടെ തന്നെ നിൽക്കണം. നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഈ പറയുന്ന 2024 ആധുനിക യുഗത്തിൽ നമ്മൾ ജീവിക്കുന്ന മനുഷ്യർ ഈ പറയുന്ന മാനുഷിക മൂല്യങ്ങളും ഈ പറയുന്ന സ്ത്രീ സംരക്ഷണവും എല്ലാം പറയുന്ന മനുഷ്യൻ ഇത്രയും ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള ഗുഹാമനുഷ്യനും മുമ്പുള്ള രീതിയിലാണ് സംഗതി. ഒന്ന് ആലോചിച്ച് നോക്കണം. അതും മൃഗങ്ങളുടെ ഇടയിലുള്ള ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റുമായിട്ട് ആധുനിക മനുഷ്യനാണെന്ന് പറഞ്ഞ് ബെൻസ് കാറിലും വലിയ AC ഇതിലൊക്കെ ഇരുന്നിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്ന എനിക്ക് ഒന്നും പറയാനില്ല. മൈക്ക് ഡ്രോപ്പ് പറയാനില്ല. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇതൊന്നും
ഇതൊന്നും ഈ പറയുന്ന ആളുകളൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈവൻ നിയാണ്ടർത്താലിന് മുന്നുള്ള ആളുകളിലേക്ക് അതിന് പോലും എനിക്ക് തോന്നുന്നില്ല. നിയാണ്ടർത്താലൊക്കെ മനുഷ്യനുമായിട്ട് പിന്നെ ക്രോസ് ചെയ്തിട്ടുള്ള ആളാണ്. മനുഷ്യന് ഏപ്സുമായിട്ട് പിന്നെ വേർതിരിഞ്ഞിട്ട് 52 ലക്ഷം വർഷമായി. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത പിന്നെ ഒരു 10 ലക്ഷം വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ഇതുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഈ സമൂഹ ജീവി ആയതുകൊണ്ട് നമ്മളൊരു സോഷ്യൽ ഓർഡർ ബിൽഡ് ചെയ്ത് നമ്മൾ ജനാധിപത്യ ബോധത്തിലോട്ട് വരുന്നു. നമ്മൾ എല്ലാവർക്കും കൂടെ ജീവിക്കാൻ കഴിയണം, എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ കഴിയണം, എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. അതിന് ഏറ്റവും നല്ല മാർഗം ജനാധിപത്യം തന്നെയാണ്. ജനാധിപത്യത്തിലൂടെ തന്നെയാണ് മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ. അങ്ങനെയല്ലത്, മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. വളരെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽ. സർവൈവലിന് നിയന്ത്രണം വേണമല്ലോ. സർവൈവലിന് നിയന്ത്രണമാണ് നല്ലത്. മനുഷ്യൻ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഇവനെ നിയമങ്ങൾ കൊണ്ട് ഇവനെ നിലയ്ക്ക് നിർത്തണം. ഇവനെ പേടിപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ. മരണമാണ് ഇവന്റെ അൾട്ടിമേറ്റ് ഭയം. എല്ലാ ജീവികളുടെയും ഭയം, അതിന് മനുഷ്യനും ആ മരണഭയം വളരെ കൂടുതലാണ്. അതേപോലെ ഈ മരണഭയം അല്ലാതെ മറ്റു ജീവികളിൽ നിന്ന് ഇപ്പം ചിംസിനും പിന്നെ സിംഹങ്ങൾക്കും ഒക്കെ ഉണ്ട് ഈ പറയുന്ന നാണക്കേട്, സോഷ്യലി ഉണ്ടാകുന്ന ഇൻസൾട്ട്, ഇങ്ങനെ കുറെ നാണക്കേടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഇവനെ ആ ഒരു കൂട്ടിനുള്ളിൽ നിലനിർത്തണം. പക്ഷെ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന നിയമത്തെ വളച്ചൊടിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മളെ കാണിച്ചു തന്നിട്ട് നമ്മളെ ആ ഭയപ്പെടുത്തിയിട്ട് അതിനകത്ത് ഈ പറയുന്ന സംവിധാനം നിലനിർത്തുകയാണ്. സോ ഇത് വളരെ മൃഗീയമായിട്ടുള്ളൊരു വാസനയാണ്. മൃഗീയമായിട്ടുള്ള വാസന ചിലപ്പോൾ മൃഗങ്ങൾക്ക് അത് പരാതി ഉണ്ടാവും. അപ്പൊ ഇത് കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലാകാതെ പോകുന്നത് അവരാ ദൈവികമായിട്ടും മതാത്മകമായിട്ടും ഈ വിഷയങ്ങളെ സമീപിക്കുന്നതുകൊണ്ടാണ്. ഇതിന്റെ കോൺടെസ്റ്റ് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺടെസ്റ്റ് ആണ്. കാരണം ഇതിന്റെ ബേസിക് റൂട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കോൺടെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. ഇത് നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിനെക്കാട്ട് കൂടുതൽ സംസാരിക്കുന്നത്. ഇതേ കാര്യം കേരള സമൂഹത്തിൽ